സുപ്രഭാതം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ജയിലുകളിലെ ജാതി കോടതിയുടേത് ചരിത്രവിധി. രാജ്യത്തെ ജയിലുകളിലെ ജാതി വിവേചനത്തിന് അന്ത്യം കുറിക്കുന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. തടവുകാർക്ക് ജാതി അടിസ്ഥാനത്തിൽ ജയിലിലെ ജോലി തരംതിരിച്ചു നൽകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലിലെയും ചട്ടത്തിലെയും വ്യവസ്ഥകൾ 3 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർഡിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രത്യേക ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥിരം കുറ്റവാളിയായി പരിഗണിക്കുന്ന ജയിൽ ചട്ടത്തിലെ വ്യവസ്ഥ നീക്കം ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, നിർദ്ദിഷ്ട കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 3 തവണയെങ്കിലും ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ മാത്രമേ പതിവ് കുറ്റവാളിയായി കണക്കാക്കാവൂ എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജയിലുകളിലെ ജാതി വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പായി ഈ ഉത്തരവിനെ കാണണം. ജയിലിനുള്ളിലെ ശുചീകരണം, മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, ശാരീരിക അധ്വാനമുള്ളത് തുടങ്ങിയ ജോലികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിക്കാർക്ക് നൽകുകയും പാചകം പോലുള്ള ജോലികൾ ഉയർന്ന ജാതിക്കാരെ മാത്രം നിയോഗിക്കുകയും ചെയ്യുന്ന പതിവ് ജയിലിലുണ്ട്. ഇതൊന്നും നിയമവിരുദ്ധമായല്ല നടക്കുന്നത്. ജയിൽ മാനുവലിൽ തന്നെ ഇക്കാര്യം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കുറ്റവാളികൾ അത്തരം ജോലിയിൽ പരിചിതമായ ഒരു വർഗത്തിലോ സമൂഹത്തിലോ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ നിന്ദ്യമായതോ തരം താഴ്ന്നതോ ആയ ജോലികൾ ചെയ്യാൻ വിളിക്കരുതെന്നാണ് ഉത്തർപ്രദേശ് ജയിൽ മാനുവൽ പറയുന്നത്. 1951 രാജസ്ഥാൻ ജയിൽ ചട്ടങ്ങൾ താഴ്ന്ന ജാതിക്കാരായ മെഹ്താർമാരെ കക്കൂസുകളിലും ബ്രാഹ്മണന്മാരെയും ഉയർന്ന ജാതിക്കാരായ ഹിന്ദു തടവുകാരെയും അടുക്കളയിലുമാണ് നിയോഗിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പല ജയിലുകളിലും ജാതി അടിസ്ഥാനത്തിൽ സെല്ലുകൾ മാത്രമല്ല ബാരക്കുകൾ പോലുമുണ്ട്. തൂത്തുവാരിൽ തൊഴിലാക്കിയെടുത്തവരിൽ നിന്ന് തന്നെ ജയിലിലെ തൂപ്പുകാരെ കണ്ടെത്തണമെന്നാണ് രാജസ്ഥാൻ ജയിൽ മാനുവൽ പറയുന്നത്. ആശുപത്രിയിലെ അറ്റൻഡർമാർ നല്ല ജാതിയിൽപ്പെട്ടവരായിരിക്കണം എന്ന വ്യവസ്ഥയും രാജസ്ഥാൻ മാനുവലിൽ ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തതോടെ 70 വർഷം പഴക്കമുള്ള ജയിൽ മാനുവൽ പരിഷ്കരിക്കാൻ രാജസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി. ചില മാറ്റങ്ങൾ വന്നു, എന്നാൽ ജാതീയത ഇല്ലാതായിട്ടില്ല. തമിഴ്നാട്ടിലെ പാളയംകോട്ട സെൻട്രൽ ജയിലിൽ തേവർ, നാടാർ, പല്ലർ എന്നിങ്ങനെ ജാതി അടിസ്ഥാനത്തിലുള്ള ബാരക്കുകളുണ്ട്. ജയിലിനുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ശുചിമുറികൾ ശുദ്ധിയാക്കുക, തൂത്തുവാരുക, ടാങ്കുകളിൽ വെള്ളം നിറക്കുക പോലുള്ള ജോലികൾ ചെയ്യിക്കുന്നത് പിന്നോക്ക ജാതിക്കാരായ തടവുകാരെ കൊണ്ടാണ്. പശ്ചിമ ബംഗാൾ ജയിൽ ചട്ടത്തിലെ സെക്ഷൻ 741 പ്രകാരം ഭക്ഷണം പാചകം ചെയ്യാൻ സവർണ ഹിന്ദു തടവുകാരെ മാത്രമേ നിയോഗിക്കാവൂ. കേരളത്തിലെ ജയിലുകളിലും ജാതിയുണ്ട്. ജയിലിനുള്ളിലെ വിവേചനം ഭരണഘടനയുടെ 15/1 അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യം നേടി 75 വർഷം കഴിഞ്ഞിട്ടും ജാതി വിവേചനമെന്ന തിന്മയെ പിഴുതെറിയാൻ സാധിച്ചില്ലെന്നും എല്ലായിടങ്ങളിലെയും വ്യവസ്ഥാപിത വിവേചനം തിരിച്ചറിയുകയും തിരുത്തൽ നടപടി വേണ്ടതുണ്ടെന്നുമുള്ള സുപ്രധാന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തുന്നു. പാർശ്വവൽകൃത സമുദായങ്ങൾക്ക് നേരെയുള്ള ആക്രമം, വിവേചനം, അടിച്ചമർത്തൽ, വെറുപ്പ്, അവഹേളനം എന്നിവ ചരിത്രപരമായി സാധാരണമായിരുന്നു. ജാതി വ്യവസ്ഥകൾക്കൊപ്പം ഈ സാമൂഹിക അനീതികൾ സമൂഹത്തിനുള്ളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഇത് സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും തുല്യത എന്ന അടിസ്ഥാന തത്വം ജാതി നിർവഹിച്ച സാമൂഹിക ചട്ടക്കൂട്ടിലില്ലായിരുന്നു. എന്നാൽ രാജ്യം സ്വതന്ത്രമായതോടെ ജാതീയതക്കെതിരായ നിയമനിർമ്മാണങ്ങൾ നടന്നു. എന്നിട്ടും ജയിലുകൾക്കുള്ളിൽ ജാതീയത നിയമവിധേയമായി ഇത്രയും കാലം തുടർന്നുവെന്നത് നിർഭാഗ്യകരമാണ്. ജയിലുകളുടെ പ്രവർത്തനവും തടവുകാരുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങളുമെല്ലാം സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ജയിൽ മാനുവൽ നിയമങ്ങൾ രൂപവൽക്കരിക്കുന്നതും പരിഷ്കരിക്കുന്നതും അതാത് സംസ്ഥാന സർക്കാരുകളാണ്. 1983 ജയിൽ പരിഷ്കരണ സമിതി ഓപ്പൺ ബാസ്ക്കറ്റ് ലാട്രിനുകൾക്ക് പകരം ഫ്ലഷ് ടൈപ്പ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനും തെരഞ്ഞെടുത്ത ജാതിക്കാർ എല്ലാ തടവുകാരുടെയും വസ്ത്രങ്ങൾ കഴുകുന്നതിന് പകരം അലക്കുശാലകൾ സ്ഥാപിക്കാനും ശുപാർശ ചെയ്തിരുന്നു. അത് നടപ്പായില്ല. മാനുവൽ തോട്ടിപ്പണി രീതിയെ സുപ്രീം കോടതി ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുവൽ തോട്ടിപ്പണി നിരോധനവും പണിക്കാരുടെ പുനരധിവാസവും ഉൾപ്പെടുത്തി 2013 നിയമവും വന്നു. എന്നാൽ നിയമം കടലാസിൽ മാത്രമായി നിന്നു. താഴ്ന്ന ജാതിയിലുള്ള അന്തേവാസികൾ തോട്ടിപ്പണി ചെയ്യേണ്ട നിർബന്ധിത സാഹചര്യം ജയിലുകളിൽ തുടർന്നു. 1894 പ്രിസൺസ് ആക്റ്റും അനുബന്ധ മാനുവലുകളും കൊളോണിയൽ കാലത്തിൻ്റെ ബാക്കിയാണ്. അതിൽ മനുഷ്യത്വ വിരുദ്ധവും പ്രാകൃതവുമായ വ്യവസ്ഥകളുണ്ട്. തടവുകാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ജയിലുകളിലെ ഭരണ സംവിധാനത്തിലും തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലും പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ പലപ്പോഴായി കോടതികൾ നിർദ്ദേശിച്ചതാണ്. അതൊന്നും നടപ്പായില്ലെന്നാണ് സുപ്രീം കോടതി ഇടപെടലിൽ നിന്ന് വ്യക്തമാകുന്നത്. കുറ്റവാളികളെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കും വിധം പരിഷ്കരിക്കുകയും സാമൂഹികമായി പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ജയിലുകൾ കൊണ്ട് ആധുനിക സമൂഹം ഉദ്ദേശിക്കുന്നത്. ജയിലിനുള്ളിലെ ജാതി വിവേചനം ഈ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തും.
വിവേചനം അവസാനിപ്പിക്കാനുള്ള പരിഷ്കരണങ്ങൾക്ക് സുപ്രീം കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി സ്വമേധയാ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പിക്കാം.